ഹായ്, ഒരു ദിവസത്തിന് 2 സർപ്രൈസ് കിട്ടിയാൽ എങ്ങനെയുണ്ടാവും? ഒന്ന് ഫ്രണ്ട്സിൻ്റെ വകയും മറ്റേ വൈഫിൻ്റെ വകയും. ആദ്യത്തേത് ഹോളിഡേയ്സിൻ്റെ പുതിയ ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയ എന്ന വകയിൽ എൻ്റെ ഫ്രണ്ട്സ് തന്നൊരു മുട്ടൻ പണി. സംഭവം നടന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കഴിഞ്ഞ ദിവസം ഹോളിഡേയ്സ് എന്നൊരു വിളി വന്നു, അവരൊരു പുതിയ ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബീഫിൻ്റെ റിബ്. അതൊന്ന് എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുന്നത്. ഞാനും പറഞ്ഞു ഓക്കെ സെറ്റാക്കാം. അതിനുശേഷം കിട്ടിയ പണിയാണ് നിങ്ങളീ കാണുന്നത് മൊത്തം. പണി തരാൻ വേണ്ടി ഹഫൂഫിൽ നിന്ന് വണ്ടി വിളിച്ചു വന്ന ആൾക്കാർ വരെ ഉണ്ട് കേട്ടോ ഈ ടീം. നമ്മൾ പലർക്കും സർപ്രൈസ് പണികളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇതേപോലെ സർപ്രൈസ് പണി കിട്ടുന്ന ആദ്യമായിട്ടായിരിക്കും. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു എന്ന് വേണം പറയാൻ. ഈ അവസരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ട എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ ഒട്ടുമിക്ക നല്ല മൊമെൻറ്റ്സിനും വേദിയാകാറുള്ള ഹോളിഡേയ്സിനോടുമാണ്. ഇങ്ങനെ കിട്ടുന്ന കുറച്ച് നിമിഷങ്ങളാണ് പ്രവാസ ജീവിതത്തിൽ നല്ല ഓർമ്മകൾ തരുന്നതെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഹോളിഡേയ്സിൽ പോകുന്ന ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ്. ഞാൻ വായിക്കാൻ വെച്ചിരുന്ന ഗിംബൽ കൂടി കിട്ടിയപ്പോൾ എൻ്റെ സന്തോഷം ഇരട്ടിയായെന്ന് പറയാം. സന്തോഷം മേടിക്കാന്ന് വിചാരിച്ച കാര്യം അത് തന്നെ കിട്ടി, മനസ്സറിഞ്ഞ് കിട്ടിയെന്ന് പറയില്ലേ. നിങ്ങൾ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് ഒരാൾ തന്നാൽ നിങ്ങളെ ഫീലിംഗ് എന്തായിരിക്കും? നമുക്ക് വേണ്ടി അടിപൊളി ഫുഡ് ഒരുക്കിയിരുന്നു ഹോളിഡേയ്സിൽ. ഫുഡ് ക്വാളിറ്റിയിൽ അന്നും ഇന്നും നോ കോംപ്രമൈസ് ആണ് ഹോളിഡേയ്സ്. നിങ്ങളും ജീവിതത്തിൽ കിട്ടുന്ന നല്ല മുഹൂർത്തങ്ങളൊക്കെ എൻജോയ് ചെയ്യുക. നിങ്ങളിലൂടെ മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഒരുമിച്ചുള്ള ഡൈനിങ് ഒക്കെ തീർത്തും എൻജോയ് എന്ന് പറഞ്ഞേ പറ്റൂ. അത്രയ്ക്കും മനസ്സ് നിറഞ്ഞു എന്ന് പറയണം. ഇന്നേ വരെ ജീവിതത്തിൽ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു കാര്യം കൂടി ട്രൈ ചെയ്ത് നോക്കും. ധാരാളം നെഗറ്റീവുകൾ പ്രതീക്ഷിക്കുന്നു, എന്തായാലും കേട്ട് നോക്കും. ഇത് കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോൾ ദാ വരുന്നു അഞ്ജുവിൻ്റെ വക ഇന്ത്യയിൽ നിന്ന് അടുത്ത ഗിഫ്റ്റും കേക്ക്. ഈ ദിവസം മറക്കാനാകാത്തൊരു ദിവസം ആക്കി തന്ന എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിച്ചു കൊള്ളുന്നു. ഈ പണിയൊക്കെ അടുത്ത ആളുടെ ബർത്ത്ഡേക്ക് ഇതിലും ഗംഭീരമായി തിരിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സീ യു, ബൈ.